നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പുതിയതായി ബാറുകൾ അനുവദിക്കേണ്ടെന്ന് കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. പരസ്യ പ്രസ്താവനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സുധീരൻ. കെപിസിസി എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത്. തെലങ്കാന സംസ്ഥാന രൂപീകരണ ബിൽ ലോക്സഭയിൽ പാസായതിൽ പ്രതിഷേധിച്ച് ആന്ധ്രയിൽ ബന്ദ്. മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി രാജിവെച്ചു. രാജീവ് ഗാന്ധി വധക്കേസിൽ 6 പ്രതികളെ വിട്ടയക്കാൻ തമിഴ്നാട് മന്ത്രിസഭയുടെ തീരുമാനം. വിട്ടയക്കുന്നത് വധശിക്ഷയിൽ ഇളവ് ലഭിച്ച 4 പേരെയും ജീവപര്യന്തം ശിക്ഷിച്ച 2 പേരെയും. പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ സസ്പെൻഷനിലായ സംസ്കൃത സർവകലാശാലയിലെ ഡോക്ടർ ഷാജി ജേക്കബിനെതിരെ സർവകലാശാല അന്വേഷണം ആരംഭിച്ചു. ഷാജി ജേക്കബിനെ പുറത്താക്കണമെന്ന് കെഎസ്യു. പോലീസ് സ്റ്റേഷനിൽ വികലാംഗന് എസ്ഐയുടെ ക്രൂരമർദ്ദനം. തിരുവനന്തപുരം കഠിനംകുളം പോലീസ് സ്റ്റേഷനിലാണ് വികലാംഗൻ മർദ്ദനത്തിനിരയായത്. തന്റെ രാജ്യസ്നേഹം വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ. പാസ്പോർട്ടിൽ ജന്മസ്ഥലം അർജന്റീനയെന്ന് രേഖപ്പെടുത്തിയാണ് പാപ്പ രാജ്യസ്നേഹം വ്യക്തമാക്കിയത്. സ്വാഭാവിക ശ്വാസകോശം ലാബുകളിൽ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രലോകം. വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പുതിയതായി ബാറുകൾ അനുവദിക്കേണ്ടെന്ന് വി.എം. സുധീരൻ. ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകൾ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. തിരുവനന്തപുരത്ത് കെപിസിസി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആമുഖ ഭാഷണത്തിലാണ് സുധീരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. പരസ്യ പ്രസ്താവനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് മുന്നണി നേതൃത്വത്തോടാണ് അഭിപ്രായം പറയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. തെലങ്കാന സംസ്ഥാന രൂപീകരണ ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകിയതിൽ പ്രതിഷേധിച്ച് ആന്ധ്രയിൽ ആഹ്വാനം ചെയ്ത ബന്ദ് തുടരുന്നു. ആന്ധ്ര മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി രാജിവെച്ചു. തെലങ്കാന ബിൽ ലോക്സഭയിൽ പാസാക്കിയതിനെ തുടർന്ന് ആന്ധ്രയിൽ പ്രതിഷേധം തുടരുന്നു. പ്രതിഷേധമറിയിച്ച് ആന്ധ്ര മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി രാജിവെച്ചു. വൈഎസ്ആർ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ബന്ദ് അങ്ങിങ്ങ് അക്രമങ്ങളോടെ തുടരുന്നു. ബദ്ധവൈരികളായ തൃണമൂൽ കോൺഗ്രസും സിപിഎമ്മും തെലങ്കാനയോടുള്ള വിയോജിപ്പിൽ ഒന്നിച്ചു. സിപിഐക്കും തെലങ്കാനയോട് അനുകൂല സമീപനമാണുള്ളത്. എന്നാൽ ബിൽ കോൺഗ്രസ് പാസാക്കാൻ മുൻകൈയെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ തന്നെ മന്ത്രിമാർ ഇടഞ്ഞു നിൽക്കുന്നു. ഒടുവിൽ പ്രതിഷേധങ്ങൾക്കും കോലാഹലങ്ങൾക്കും ശേഷം കോൺഗ്രസും ബിജെപിയും ഒന്നായി ആന്ധ്ര വിഭജിച്ചു. അനിശ്ചിതത്വം മാറി ഒടുവിൽ 29ാം സംസ്ഥാനം നിലവിൽ വന്നു. നിലവിലുള്ള ആന്ധ്രാപ്രദേശിന്റെ വടക്കും പടിഞ്ഞാറുമുള്ള 10 ജില്ലകൾ ഉൾപ്പെട്ടതാണ് തെലങ്കാന. ഇപ്പോൾ സംയുക്ത തലസ്ഥാനമാണെങ്കിലും 10 വർഷം കഴിയുമ്പോൾ ഹൈദരാബാദ് തെലങ്കാനയുടേതു മാത്രമാകും. 3.5 കോടി ജനങ്ങളുള്ള പുതിയ സംസ്ഥാനത്തിന് 119 അംഗ നിയമസഭ, 40 അംഗ ലെജിസ്ലേറ്റീവ് കൌൺസിലും 17 ലോക്സഭാ മണ്ഡലങ്ങളും 7 രാജ്യസഭാ സീറ്റുകളും തെലങ്കാനയിലുണ്ടാവും. തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ നിയമസഭ വരുന്നതുവരെ ആന്ധ്ര നിയമസഭയിൽ ഈ മേഖലയിൽ നിന്നുള്ള 119 MLA-മാരെ ഉൾപ്പെടുത്തി താൽക്കാലിക നിയമസഭ രൂപവൽക്കരിക്കും. പുതിയ സ്പീക്കറും മുഖ്യമന്ത്രിയും വരും. എന്നാൽ വിഭജനത്തെ തുടർന്ന് ഊർജ്ജ ആരോഗ്യ വകുപ്പ് പ്രതിസന്ധിയിലാകുമെന്ന് കിരൺകുമാർ റെഡ്ഡി പറയുന്നു. അങ്ങനെ പുതിയ വെല്ലുവിളികളും അവസരങ്ങളും കാത്ത് രാജ്യത്തെ 29ാമത്തെ സംസ്ഥാനമായി മാറി തെലങ്കാന. ന്യൂസ് ഡെസ്ക് പ്രഭാതം ന്യൂസ്. രാജീവ് ഗാന്ധി വധക്കേസിൽ 6 പ്രതികളെ വിട്ടയക്കാൻ തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം. വധശിക്ഷയിൽ ഇളവ് ലഭിച്ച 4 പേരെയും ജീവപര്യന്തം ശിക്ഷിച്ച 2 പേരെയും വിട്ടയക്കാനാണ് തമിഴ്നാട് മന്ത്രിസഭയുടെ തീരുമാനം. മുരുകൻ, ശാന്തൻ, പേരറിവാളൻ എന്നിവരെയും നേരത്തെ വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിച്ച നളിനി, ജയചന്ദ്രൻ, രവിചന്ദ്രൻ എന്നിവരെയും വിട്ടയക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രി ജയലളിതയാണ് ഇക്കാര്യം നിയമസഭയിൽ അറിയിച്ചത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ച് മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുന്നു. തിരൂരങ്ങാടി, പരപ്പനങ്ങാടി, വള്ളിക്കുന്ന് എന്നിവിടങ്ങളിൽ നിന്ന് ജാഥ ഇന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് കൊണ്ടോട്ടി, വേങ്ങര, മലപ്പുറം ടൗൺ എന്നിവിടങ്ങളിൽ ജാഥ പര്യടനം നടത്തും. പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ സസ്പെൻഷനിലായ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഡോക്ടർ ഷാജി ജേക്കബിനെതിരെ സർവകലാശാല അന്വേഷണം ആരംഭിച്ചു. അതേസമയം ഷാജി ജേക്കബിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കെഎസ്യുവും രംഗത്ത് വന്നു. അപമര്യാദയായി പെരുമാറി എന്ന ഒരു വിദ്യാർത്ഥിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാലടി ശ്രീശങ്കരാചാര്യ സർവകലാശാലയിലെ മലയാളം വിഭാഗം അധ്യാപകൻ ഡോക്ടർ ഷാജി ജേക്കബിനെ സർവകലാശാല സിൻഡിക്കേറ്റ് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത്. ഇയാളുടെ പെരുമാറ്റ ദൂഷ്യം സംബന്ധിച്ച് സർവകലാശാലയിലെ മലയാളം വിഭാഗവും നേരത്തെ സർവകലാശാല സിൻഡിക്കേറ്റിന് പരാതികൾ നൽകിയിരുന്നു. സംഭവത്തെപ്പറ്റി പ്രാഥമിക അന്വേഷണം നടത്തുന്നത് സർവകലാശാലയുടെ വനിതാ സെല്ലാണ്. വനിതാ സെൽ അംഗങ്ങൾ മലയാളം വിഭാഗത്തിലെ വിദ്യാർത്ഥിനികളുടെ മൊഴിയെടുത്തു തുടങ്ങി. അതേസമയം ആരോപണ വിധേയനായ ഷാജി ജേക്കബിനെ സർവകലാശാലയിൽ നിന്നും പുറത്താക്കണമെന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കണമെന്നും ആവശ്യപ്പെട്ട് കെഎസ്യു എറണാകുളം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. ഷാജി ജേക്കബിനെ സർവകലാശാലയുടെ എല്ലാ വിധത്തിലുള്ള
അധ്യാപനത്തിൽ നിന്നും പുറത്താക്കുകയും അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പോലീസിനോട് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഉടനടി കസ്റ്റഡിയിലെടുത്ത് ഇതിനെ തുടർന്നുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് KSU ജില്ലാ കമ്മിറ്റി ഇതിനാൽ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അധ്യാപകനെതിരെ പോലീസിൽ പരാതി നൽകാൻ പെൺകുട്ടി തയ്യാറായിട്ടില്ല. അതേസമയം നിരവധി വിദ്യാർത്ഥി പ്രതിനിധികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തുന്ന വനിതാ സെല്ലിന്റെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ അന്വേഷണം തുടങ്ങാം എന്ന നിലപാടാണ് പോലീസിനുള്ളത്. പ്രഭാതം ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ SIയുടെ ക്രൂരമർദ്ദനത്തിന് വികലാംഗൻ ഇരയായി. ഇന്നലെ രാവിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ വികലാംഗനെയാണ് SI ക്രൂരമായി മർദ്ദിച്ചത്. തിരുവനന്തപുരം കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ വികലാംഗന് നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം. കഠിനംകുളം SI അബ്ദുൾ മുഹമ്മദ് ഹസ്നിയുമാണ് വികലാംഗനായ ഹസനെ മർദ്ദിച്ചത്. ഒരു കേസിന്റെ ഒത്തുതീർപ്പിനായി വാദിഭാഗത്ത് നിന്ന് ഇന്നലെ രാവിലെ കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ഹസൻ. ഒരു പ്രകോപനവുമില്ലാതെ SI തന്നെ മർദ്ദിച്ചെന്നാണ് ഹസന്റെ ആരോപണം. മരുമകനെ കൊണ്ട് ഞങ്ങളിവിടെ നേരത്തെ മെനഞ്ഞ 4-ാം നാൾ ഒരു അടി നടന്നു. ആ അടി നടന്നതുമായി കേസ് കൊടുക്കാനായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 8 തയ്യലൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയെ കൊണ്ട് ഇവിടെ കാലത്തെ വന്ന സമയത്ത് SIയെ കണ്ട് സംസാരിച്ചു. ഞാൻ മണ്ഡലം വൈസ് പ്രസിഡന്റാണ്, നീ ഹസനാന്നാ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹസനാണെന്ന് പറഞ്ഞു. ഉടനെ അയാൾ ഹസനാണെന്ന് പറഞ്ഞു. അയാൾ എന്നെ ചീത്തയും വിളിച്ചുകൊണ്ട് എന്നെ പിടിച്ച് വലിച്ചിറക്കി വിട്ട് അടിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വികലാംഗനാണ്, ഹാൻഡിക്യാപ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ കേൾക്കാത്തില്ല. ഇവിടെ എന്താ ഈ വീട്ടിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് എന്നെ അടിച്ച് വലിച്ചടച്ച് നേരെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. ഇത് എത്രയും ചേട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്ന അവരെയൊക്കെ അടിച്ചു. ഉടുപ്പ് വലിച്ചു കീറിയും വൈപ്പുകാലിൽ ചവിട്ടിയും ഹസനെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയതായും ദൃക്സാക്ഷികൾ പറയുന്നു. ഇവിടുന്ന് പോലീസ് ജീപ്പ് എടുത്തുകൊണ്ടുവന്ന് അവിടെ ചേസ് ചെയ്ത് പിടിച്ച് അദ്ദേഹത്തിനെ പിടിച്ച് വലിച്ചിറക്കി ഇടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്ത് തൂക്കിയെടുത്ത് ജീപ്പ് ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ വികലാംഗനാണ്, അടിക്കല്ലേ സാറേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലില്ലാത്ത ആളാണ്, അടിക്കല്ലേ എന്ന് പറഞ്ഞു. അത് ചോദിക്കാൻ നീ ആറാന്നും പറഞ്ഞ് എൻ്റെ കവാലത്തിട്ട് അടിച്ചു, ഇവിടെ ഇട്ട് അടിച്ചു. എന്നിട്ട് അയാൾ വലിച്ചെടുത്ത് ജീപ്പിനകത്തിട്ട് അകത്തോട്ട് കൊണ്ടുപോയി. കഴിഞ്ഞ കുറച്ചു കാലമായി SIക്കെതിരെ വ്യാപകമായ പരാതികൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അല്ലാതെ ക്രമസമാധാനം നിയന്ത്രിക്കുകയല്ല, പെറ്റിയടിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അദ്ദേഹം ഇവിടെ ചാർജ് എടുത്ത ആ കാലം മുതൽ ഇന്ന് വരെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണ ബാലചന്ദ്രൻ, പ്രഭാതം ന്യൂസ്, തിരുവനന്തപുരം. മരവ്യവസായ രംഗത്ത് ഏഷ്യയിൽ തന്നെ 1-ാം സ്ഥാനത്തായിരുന്നു ഒരു കാലത്ത് കല്ലായി. എന്നാൽ കല്ലായി പുഴയുടെ തീരത്തെ ഈ വ്യവസായ രംഗം ഇന്ന് തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. 1960 മുതൽ 2000 ആണ്ട് വരെ മരവ്യവസായ രംഗത്ത് ലോകത്ത് തന്നെ 2-ാം സ്ഥാനത്തായിരുന്നു കല്ലായിപ്പുഴയോരം. പിന്നീടങ്ങോട്ട് മരവ്യവസായത്തിന്റെ തകർച്ചയുടെ കഥയാണ് കോഴിക്കോട്ടെ പേരുകേട്ട കല്ലായിപ്പുഴയ്ക്ക് പറയാനുള്ളത്. ചെറുതും വലുതുമായി 250ഓളം മരവ്യവസായ കേന്ദ്രങ്ങൾ കല്ലായി പ്രദേശത്ത് സജീവമായിരുന്നു. എന്നാൽ കേവലം 25 യൂണിറ്റുകൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിൽ പലതും ഈ രംഗത്ത് നിന്നും പിന്മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. കല്ലായിയുടെ മരത്തിനുമുണ്ട് പ്രത്യേകതകൾ. താരതമ്യേന ഉപ്പ് കൂടിയ ഈ പുഴയുടെ ചളിയിൽ മരങ്ങൾ കെട്ടിത്താഴ്ത്തുന്നതുകൊണ്ട് മറ്റുള്ള മരങ്ങളെക്കാൾ ഉറപ്പും ആയുസ്സും കൂടുതൽ കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടത്തെ മരങ്ങളെ തേടി അന്യദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നത്. എന്നാൽ ഗതകാല പ്രൗഢി മാത്രം കൈമുതലായുള്ള കല്ലായി പുഴയോരത്ത് മരവ്യവസായത്തിന് മരണമണി മുഴങ്ങാൻ കാരണം മരത്തിന്റെ ലഭ്യതക്കുറവും മില്ലുകളുടെ അതിപ്രസരവുമാണെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ഇന്നിപ്പോൾ മില്ല് എല്ലാ ഭാഗത്തും മില്ല് തുടങ്ങുമ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് അവിടെ തന്നെ കയറ്റും. അപ്പോൾ പൂനെയിലേക്കൊക്കെ കയറ്റണേ ഇവിടുന്ന് മാത്രം കാര്യമായിട്ട് കയറ്റില്ല. ഇതിവിടെ മില്ലിൽ തന്നെ ജോലി, ഒരു മില്ല് നടത്താൻ വളരെ പ്രയാസമാണ്. ഒരു കാലത്ത് കല്ലായിലെ മരങ്ങളെ തേടി മലബാർ മുഴുവൻ ഒഴുകിയെത്തിയ ഒരു സുവർണ കാലഘട്ടമുണ്ടായിരുന്നു ഈ പുഴയോരത്തിന്. എന്നാൽ തദ്ദേശവാസികൾ തന്നെ കല്ലായിയെ കൈവെടിഞ്ഞ അവസ്ഥയാണ്. ഒരു കാലത്ത് കല്ലായിലെ മരങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുകയാണ് പതിവെങ്കിൽ ഇന്ന് ഫോറിൻ മരങ്ങൾ ഇവിടത്തെ മില്ലുകളിലേക്ക് വരുന്ന അവസ്ഥയാണുള്ളത്. ഗതകാല പ്രൗഢിയിലേക്ക് കല്ലായിയെ തിരിച്ചു കൊണ്ടുപോകാമെന്ന വ്യാമോഹമൊന്നും ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നവർക്കില്ല. എന്നാൽ കല്ലായി പുഴയോരത്തെ മരം വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ വിനീഷിനൊപ്പം ഷിഹാബുദ്ദീൻ, പ്രഭാതം ന്യൂസ്, കോഴിക്കോട്. അക്ഷരനഗരത്തിന് കാഴ്ചയുടെ നിറവസന്തമായി അക്ഷരശില്പം ഒരുങ്ങുന്നു. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിക്കുന്ന അക്ഷരശില്പം കോട്ടയം പബ്ലിക് ലൈബ്രറി അങ്കണത്തിലാണ് പൂർത്തിയാകുന്നത്. മലയാളിയുടെ അക്ഷര സംസ്കാരത്തിന്റെയും മൂല്യബോധത്തിന്റെയും പ്രതീകമാകേണ്ട ശില്പമാണ് ഇവിടെ അണിഞ്ഞൊരുങ്ങുന്നത്. അക്ഷരം അറിവാണ്, ജീവിതമാണ്, പ്രതീക്ഷയാണ്. അക്ഷരം അറിവാകുമ്പോൾ ആദ്യമത് പകർന്നു നൽകുന്ന അമ്മയാണ് അക്ഷരത്തിൻ്റെ സ്രോതസ്. കാനായി കുഞ്ഞിരാമൻ്റെ അക്ഷരശില്പവും മൂർത്തമായ മാതൃഭാവത്തെ അക്ഷരത്തിൻ്റെ കാൽപ്പനികതയിലേക്ക് നയിക്കുന്നു. മാറുന്ന കാലത്തിൻ്റെ ഗതിവേഗത്തിൽ പുതുതലമുറയ്ക്ക് നഷ്ടപ്പെടുന്ന ജീവിതത്തിൻ്റെ നൈർമല്യം തിരിച്ചുപിടിക്കാൻ അക്ഷരശില്പത്തിന് കഴിയുമെന്ന് ശില്പി ഉറച്ചു വിശ്വസിക്കുന്നു.
കോട്ടയം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എബ്രഹാം ഇട്ടിച്ചിറയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കാനായി കോട്ടയത്തെത്തി ശില്പനിർമ്മാണം ആരംഭിച്ചത്. കോട്ടയം അക്ഷരനഗരി എന്നുള്ള പേരാണ്. എല്ലാം കൊണ്ടും നല്ലൊരു ഉറച്ചൊരു സ്ഥലമാണ് അക്ഷരത്തിൻ്റെ. അപ്പോൾ ആണ് എനിക്ക് ഇങ്ങനെ പലതും ഞാൻ കുറേ സ്കെച്ച് ചെയ്തതെല്ലാം നോക്കിയപ്പോൾ അവസാനം ഞാൻ തന്നെ വളരെ കൺഫ്യൂഷനായിട്ട് ഇവരെന്താ ചെയ്യാന്ന്, എന്തും കാട്ടിക്കൂട്ടി വിടാം. അപ്പോൾ അങ്ങനെ ഒരു അമ്മയും 3 കുട്ടികളും. അപ്പോൾ അമ്മ അക്ഷരം എഴുതി കൊടുക്കുന്നു, മറ്റ് 2 പേരും അക്ഷരം മുമ്പ് എഴുതി പഠിച്ചവരാണ്. പിന്നെ ആ ഒരു കൗതുകത്തിൽ നോക്കുന്ന ഒരാൾ ബുക്കുമായിട്ട്, പിന്നെ ഒരാൾ വായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് എന്തറിയോ, ഇന്നിപ്പോൾ വിദ്യാരംഭം അക്ഷരോത്സവം ഇന്ന് നാട് നിങ്ങളുടെ വലിയൊരു ഉത്സവമായിട്ടാണ് നടക്കുന്നത്. അത് വെറും കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് എനിക്കിങ്ങനെ ഇതന്നെ ചെയ്യണമെന്ന് നിർബന്ധിച്ചു. അണുകുടുംബങ്ങൾ സമൂഹത്തിൽ വരുത്തിയ മൂല്യച്യുതിയും കുടുംബത്തിന്റെ അന്തഛിദ്രതയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു ശില്പത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. അക്ഷരങ്ങളെ അമ്മസങ്കല്പങ്ങളിലേക്ക് പറിച്ചു നടന്നതിലൂടെ നഷ്ടപ്പെട്ട മൂല്യബോധത്തിന്റെ തിരിച്ചെടുക്കലിനുള്ള എളിയ ശ്രമമാണ് അക്ഷരനഗരിയിൽ നടക്കുന്നത്. രാജാ രവിവർമ്മയ്ക്ക് ശേഷം കേരളം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വോത്തര ശില്പിയാണ് ശ്രീ കാനായി കുഞ്ഞിരാമൻ. അദ്ദേഹത്തിന്റെ ഒരു ശില്പം ഞങ്ങൾക്ക് കോട്ടയത്തുകാർക്ക് വരും തലമുറയ്ക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ഉയരുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാനായിയുടെ മറ്റ് ശില്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാതൃത്വത്തിന്റെ പുതിയ ഭാവമാണ് അക്ഷരശില്പം പകർന്നു നൽകാൻ പോകുന്നത്. ക്യാമറാമാൻ കണ്ണൻ തിരുമലയ്ക്കൊപ്പം ജിജുജി നായർ, പ്രഭാതം ന്യൂസ്, കോട്ടയം. മാറുന്ന ആഹാരശൈലി പുതുതലമുറയ്ക്ക് രോഗങ്ങൾ സമ്മാനിക്കുമ്പോൾ ആരോഗ്യകരമായ ഭക്ഷണങ്ങളുമായി ശ്രദ്ധേയമാവുകയാണ് തിരുവനന്തപുരത്തെ പത്തായം. പ്രകൃതിയോടിണങ്ങിയ ആഹാരം ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ആഹാരം കഴിക്കുവാൻ വേണ്ടി ജീവിക്കുക എന്നത് മാറി ജീവിക്കുവാൻ വേണ്ടി കഴിക്കുക എന്ന ആശയമാണ് പത്തായം പ്രകൃതി ഭോജനശാലയിൽ ചെന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വായിൽ വെള്ളമൂറുന്ന മസാലകളുടെ മണവും എണ്ണയിൽ വറുത്ത പലഹാരങ്ങളുടെ രുചിയും ഒന്നും ഇവിടെ പ്രതീക്ഷിക്കണ്ട. തരിമ്പ് പോലും മായം ചേർക്കാത്ത ശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് പത്തായത്തെ ശ്രദ്ധേയമാക്കുന്നത്. പച്ചക്കറികളും പഴങ്ങളുമൊക്കെ വേവിച്ച് തനത് രുചിയും ഗുണവും നഷ്ടപ്പെടുത്തിയാണ് ഇന്ന് ഹോട്ടലുകളിലും വീടുകളിലും വിളമ്പുന്നത്. ഇതിൽ നിന്ന് മാറി വ്യത്യസ്ത രീതിയിലുള്ള രുചികരവും ആരോഗ്യപൂർണവുമായ ഭക്ഷണമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇന്നത്തെ സമൂഹം പ്രകൃതി ഭക്ഷണത്തെ ആശ്രയിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആരോഗ്യകാര്യങ്ങളിൽ പിന്നിലാണ് മലയാളികൾ. ആഹാരമാണ് ഇതിന്റെ പ്രധാന വില്ലൻ. അതിനൊരു മാറ്റം വരുത്തി ഒരു മാതൃകാ ഭക്ഷണശാലയാണ് തന്റെ ലക്ഷ്യമെന്ന് നാച്ചുറോപ്പതിക് ഡോക്ടർ കൂടിയായ പത്തായത്തിന്റെ ഉടമ ഡോക്ടർ ഗംഗാധരൻ പറയുന്നത്. അപ്പോൾ രോഗശമനത്തിന് ഭക്ഷണ രീതി മാറാതെ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഭക്ഷണം മാറ്റിയാൽ ഏത് രോഗം മാറും. ഇനി ഭക്ഷണം മാറ്റാതെ രോഗങ്ങൾ മാറില്ല. പതിവ് സന്ദർശകരാണ് ഇവിടുത്തെ ആഹാരത്തിന്റെ ആരാധകർ. വിദേശികളടക്കം വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവരും ഇവിടുത്തെ നിത്യസന്ദർശകരാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം ഒന്ന് റാഗി അപ്പവും ചാപ്പിയെല്ലാം ഞാൻ കഴിക്കാറുണ്ട്. ചിലപ്പോൾ രാത്രി ഒന്ന് കഞ്ഞി കുടിക്കാറുണ്ട്. I pay very much attention and that's the type of food I like to have also. അതുപോലെ ഈ വെളിയിൽ പോയി ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും. ഇവിടെ വന്നപ്പോൾ ഉണ്ടായ അനുഭവമാണ്. ഡോക്ടറായ മകനും ഭാര്യയുമൊക്കെ ഈ സംരംഭത്തിൽ ഡോക്ടർ ഗംഗാധരനോടൊപ്പമുണ്ട്. സാധാരണ ഹോട്ടലുകളിൽ കാണുന്ന എണ്ണയിൽ വറുത്ത പലഹാരങ്ങളോ മസാലയിൽ പൊതിഞ്ഞ ആഹാരങ്ങളോ ഒന്നും തന്നെ ഇവിടെ കിട്ടില്ല. പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് കിട്ടുന്ന ആഹാരമാണ് ഇവിടുത്തെ പ്രത്യേകത. ജീവിതശൈലി രോഗങ്ങൾ ഈ ആഹാരത്തെ പിന്തുടർന്നാൽ നമുക്ക് മാറ്റി നിർത്താനാവും. ക്യാമറാമാൻ രാജ്കിരണിനോടൊപ്പം കൃഷ്ണ ബാലചന്ദ്രൻ, പ്രഭാതം ന്യൂസ്, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരികെ വരാം.